ഒരിക്കൽ ആ സന്യാസി ഒരു ഭിക്ഷാടകൻ കരങ്ങൾ നീട്ടുമ്പോൾ അവന്റെ കയ്യിലേക്ക് അവന്റെ ആ ഭാണ്ഡത്തിലെ അവസാന തുട്ടെടുത്ത് സമ്മാനിക്കുന്നുണ്ട്. കുറച്ച് മുന്നോട്ട് നീങ്ങി കഴിയുമ്പോൾ ഈ സന്യാസി വല്ലാണ്ട് വാവിട്ട് കരയാണ്. ഇത് കണ്ട സഹസന്യാസി ചോദിച്ചു, നിന്റെ നാണയം നഷ്ടപ്പെട്ടതിലുള്ള കരച്ചിലാണോ എന്ത്? അവൻ പറഞ്ഞ, അല്ല, ഞാൻ ആ മനുഷ്യന് ഭിക്ഷ കൊടുത്ത മുന്നോട്ട് പോയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ എൻ്റെ ദൈവത്തിന്റെ കയ്യിലെ ഭിക്ഷയാണല്ലോ എൻ്റെയും ഈ ജീവിതം. അതോർത്ത് ഞാൻ കരഞ്ഞതാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗത്തില് ദൈവം പറയുന്നൊരു വല്ലാത്തൊരു ഓർമ്മപ്പെടുത്തലില്ലേ? ബുദ്ധിമാനേക്കാളും വിവേകികളെക്കാളും ശിശുവിനെ വിലമതിക്കുന്നൊരു സ്വർഗം. ഈ ശിശുവായി മാറുന്നവനാണ് ഞാനും ദൈവത്തിന്റെ കയ്യിലെ ഭിക്ഷയാണെന്നൊരു തിരിച്ചറിവോടുകൂടെ കണ്ണുനീരോടെ ജീവിക്കാൻ സാധിക്കുക. ദൈവമേ, ഒരു ശിശുവിനെ പോലെ നീ തരുന്ന ജീവിതത്തെ തിരിച്ചറിയാൻ, നന്ദി പറയാൻ, ആ കണ്ണുനീരോടെ ജീവിക്കാൻ കൃപ നൽകണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.